ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പയറിലെ തോരനുമായിട്ടാണ്. വീട്ടിലുണ്ടായ പയറാണ്. അത് വലിച്ച് നന്നായി വൃത്തിയാക്കിയ ശേഷം ചെറുതാക്കിയിട്ട് നമ്മുടെ പയറിൻ്റെ ഇല മുറിക്കുന്നത് പോലെ കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വെക്കണം. നല്ലൊരു ഔഷധമുള്ള ഇലയാണ്. കർക്കിടക മാസം ആയതുകൊണ്ട് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഔഷധമുള്ള ഇലയാണ് ഈ പയറിൻ്റെ ഇല. ഇത് അരിഞ്ഞു കഴിഞ്ഞു. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞതാണ്, ഒരു 4 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്, കുറച്ച് തേങ്ങ ചിരവിയത്. ഇതിലേക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള എണ്ണയൊഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് അതിലേക്കിട്ട് നന്നായി പൊട്ടി വരണം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു സവാളയാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്, അത് അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അത് നന്നായി വഴറ്റി ബ്രൗൺ കളർ ആവണം, എന്നാലാണ് നമ്മുടെ തോരനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് ബ്രൗൺ കളറായതിനു ശേഷം ആവശ്യമുള്ള ആ പച്ചമുളകും അതിലേക്കിട്ട് വഴറ്റി അതിലേക്ക് ഒരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ പയറിൻ്റെ ഇലയ്ക്ക് ഇത്തിരി വേവ് കൂടുതലാണ്, അതിനാണ് നുള്ളു വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച പയറിൻ്റെ ഇല അതിലേക്ക് വാരിയിട്ട് നന്നായി മിക്സ് ചെയ്ത് സ്റ്റൗ സിമ്മിൽ വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റൗ സിമ്മിൽ വെച്ച് അത് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പും എരിവൊക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് പിന്നെയും മൂടി വെച്ച് ആവിയിൽ വേവിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് കുറേ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ചീര, പക്ഷേ അത് വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നന്നായി കമ്മിയായിട്ടുണ്ട് പയറിൻ്റെ ഇല. അതിലേക്ക് ചിരവി വെച്ച തേങ്ങ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് സിമ്മിൽ തന്നെ ആയിരിക്കണം, ഗ്യാസ് അടി പിടിക്കും. നന്നായി മിക്സ് ചെയ്ത് പിന്നെയും ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് ആ തേങ്ങേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടി നമ്മൾ പിന്നെയും അത് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള തോരനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഞ്ഞിക്ക് പറ്റിയ ഒരു കറിയാണത്. നമ്മുടെ പയറുകഞ്ഞിയിലെ പയറും പച്ചരിയൊക്കെ ഇട്ട് വേവിച്ച് നമ്മുടെ കർക്കിടക മാസത്ത് ഉണ്ടാക്കുന്ന കഞ്ഞിക്ക് പറ്റിയ തോരനാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു തോരനായിട്ട്, നല്ല ഔഷധമുള്ള തോരനാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.